ഇന്നത്തെ വീഡിയോയിൽ ഓരോ ഇന്ത്യൻ പൗരനും നിർബന്ധമായി അറിയേണ്ട ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. വോട്ടർ ID കാർഡ് കയ്യിലുണ്ടായാലും നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അനുമതി ലഭിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ലിസ്റ്റ് എന്ന വിഷയം വളരെ പ്രധാനമാകുന്നത്. എന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പ്രക്രിയയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കാലാകാലങ്ങളിൽ വോട്ടർ ലിസ്റ്റ് ശുദ്ധീകരിക്കാൻ നടത്തുന്ന ഔദ്യോഗിക നടപടിയാണിത്. മരിച്ചവർ, സ്ഥലം മാറിയവർ, ഒരാൾക്ക് ഒന്നിലധികം വോട്ടർ എൻട്രികൾ ഉള്ളവർ, തെറ്റായ വിലാസങ്ങൾ എന്നിവ കണ്ടെത്തി ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യാനാണ് ഈ പ്രക്രിയ നടത്തുന്നത്. പലർക്കും വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിലും ഇപ്പോൾ താമസസ്ഥലം മാറിയതോ രേഖകളിൽ പിശകുകൾ ഉള്ളതോ കാരണം അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവായേക്കാം. വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഇല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ദിവസം ബൂത്തിലെത്തിയാലും വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. ഇത് പലർക്കും അവസാന നിമിഷത്തിലാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ യുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഇലക്ടോറൽ സെർച്ച് ECI-GOV ഉപയോഗിച്ചാണ് ഈ പരിശോധന നടത്തേണ്ടത്. ഇവിടെ നിങ്ങളുടെ പേര്, ജനന തീയതി അല്ലെങ്കിൽ വോട്ടർ ID നമ്പർ നൽകിയാണ് പരിശോധിക്കുന്നത്. മിനിറ്റുകൾക്കകം തന്നെ നിങ്ങളുടെ വിശദാംശങ്ങൾ സ്ക്രീനിൽ ലഭിക്കും. നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ കാണുന്നില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഫോം 6 ഉപയോഗിച്ച് പുതിയ എൻട്രി നൽകാനും ഫോം 7 ഉപയോഗിച്ച് തെറ്റായ എൻട്രികൾ നീക്കം ചെയ്യാനും ഫോം 8 ഉപയോഗിച്ച് പേര്, വിലാസം, വയസ്സ് തുടങ്ങിയ തിരുത്തലുകൾ നടത്താനും കഴിയും. ഈ എല്ലാ നടപടികളും ഓൺലൈനായും നിങ്ങളുടെ പ്രദേശത്തെ ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസിലൂടെയും ചെയ്യാൻ സാധിക്കും. ഇത് പൂർണ്ണമായും സർക്കാർ ഔദ്യോഗികവും സൗജന്യവുമായ സേവനമാണ്. നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ അവകാശമാണ്. ആ അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ന് തന്നെ നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. വിവരം അറിഞ്ഞ് മാത്രം തീരുമാനമെടുക്കുക. സ്വാഗതം. ഭാരത് പബ്ലിക് മീഡിയ. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.